ദൈവനാമത്തിന് മഹത്വം. In the name of the Lord be glorified. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. It is a well-known verse from 1 Corinthians chapter 7 verse 23. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. You were bought with a price, do not become slaves of men. ഈ വാക്യത്തിന് 2 ഭാഗങ്ങളാണ് നമുക്ക് ചിന്തിക്കാവുന്നത്. We can think from this verse 2 thoughts. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. You were bought with a price. നമുക്ക് ആ ഭാഗം നമുക്ക് പ്രാരംഭമായിട്ട് ചിന്തിക്കാം. In the beginning, let us concentrate on this part. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതവർക്ക് വളരെ വ്യക്തമായിരുന്നു. It was very clear to the people in Corinth who was there when Paul writes that you were bought with a price. അതായത് കൊരിന്തിൽ ഒരു അടിമച്ചന്ത ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. Historians says there was a slave market in the place called Corinth. അവിടെ ആളുകളെ വിലയ്ക്ക് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ആളുകൾക്ക് വളരെ പരിചിതമായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള അടിമച്ചന്തയുടെ ആ പശ്ചാത്തലത്തിൽ കൊരിന്തിലുള്ള ആളുകൾക്ക് ഇത് കാര്യം വളരെ വ്യക്തമായിരുന്നു. It was very clear to the people when Paul spoke that you were bought with a price, because at that time there existed this marketplace where slaves were bought and sold. ഇതേ കാര്യം തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. The same thing is repeated in many places when Paul writes this epistle to the Corinthians. ഉദാഹരണത്തിന് 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ നോക്കുക. For example, in 1 Corinthians chapter 6 verse 8, 19 and 20, അവിടെ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. Paul says like, or do you not know that your body is a temple of the Holy Spirit who is in you, whom you have from God, and that you are not of your own, for you have been bought with a price, therefore glorify God in your body. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മളെ ആരാ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു? We are bought with a price, but who has bought us with a price? നമ്മളെ ഒരു ക്രിസ്തീയ മതമാണോ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്? Is it a religious Christian group that has brought us? നമ്മളെ ചില ക്രിസ്തീയമായ ചില ആചാരങ്ങളാണോ അതിൻ്റെ അടിമകളായിട്ടാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത്? Or are we called as slaves to some religious things? നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആരാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്? It says that we are bought with a price, but who has bought us with a price? ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. I have heard about a story. ഒരു കൊച്ചുകുട്ടി, അവന് ഞാനിന്ന് വണ്ടിയിൽ വന്നപ്പോൾ ആ പ്രായമുള്ള ഒരു കൊച്ചുമോനെ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഒരു കൊച്ചു കുട്ടി, ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടി. While I was coming in the car, a small child about 5 or 6 years old, he was speaking many things to me. അതുപോലെ ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് ഒരിക്കൽ കളിക്കാനായിട്ട് അവനൊരു ബോട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി. And that child, he with great struggle prepared, he made a boat for him to play. അവന് പിതാവിൻ്റെ നിലയിലുള്ള മരപ്പണിശാലയിൽ ചെന്ന് അതുകൊണ്ട് ഉളി കൊണ്ടൊക്കെ അവനൊരു ചെറിയ ബോട്ട് അവനെ കൊണ്ടാകുന്നത് പോലെ അവനുണ്ടാക്കി. He went to his father's workshop and he made a boat as he could. അതിനുശേഷം അവൻ ആ ബോട്ടുമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ, അവരെ ഒരു സാധനം ഉണ്ടാക്കി അതുമായിട്ട് കളിച്ച് നടക്കും. അതുപോലെ ഈ കുഞ്ഞ് അവനുണ്ടാക്കിയ ബോട്ടുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് നടന്നു. As all the children make something in order to play, same way this child also made a boat and he started playing with it. അതിനുശേഷം അവൻ വിചാരിച്ചു ഇത് ഒരു ബോട്ടാണല്ലോ, ബോട്ടാണെങ്കിൽ അത് വെള്ളത്തിലൂടെ ഒഴുക്കണം. And he thought that because it is a boat, this boat should sail in water. അവന് അത് വളരെ അലങ്കരിച്ച് മനോഹരമാക്കി വർണ്ണക്കടലാസുകളെല്ലാം ഒട്ടിച്ച് ആർക്ക് കണ്ടാലും കൗതുകം തോന്നുന്ന ഒരു കൊച്ചു ബോട്ടാക്കിയതിന് ശേഷം അവന് അടുത്തുള്ള ഒരു നദിയുടെ കരയിൽ ചെന്നിട്ട് ആ വെള്ളത്തിൽ ആ ബോട്ട് വെച്ച് അവിടെ വെച്ച് കളിക്കാനായിട്ട് തുടങ്ങി. So he thought that if it is a boat, it should sail. So he decorated this boat with ornamental paper so that everyone who looks at it will be amazed. And then he went to a riverside in order to play with it. അവിടെ ഇങ്ങനെ ആറിൻ്റെ വെള്ളത്തിലിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ബോട്ട്, അവനുണ്ടാക്കിയ കൊച്ചു ബോട്ട്, അവൻ്റെ കൈവിട്ട് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനൊത്താതെ അങ്ങ് പോയി.
since it was a riverside and there was a flow of water in that place, and while playing, accidentally it slipped out from his hand and went along with the flow of water. അവന് തൻ്റെ കൈവിട്ടു പോകുന്ന ബോട്ട് തിരിച്ചു പിടിക്കാനായിട്ട് അവനെ കൊണ്ടാകുന്ന ശ്രമമൊക്കെ നടത്തി. And he tried much in order to take that boat from that flow. പക്ഷേ വെള്ളത്തിൽ ഓളം തള്ളി അത് വളരെ വേഗത്തിൽ ആ ബോട്ട് താഴേക്ക് അങ്ങ് പോയി. But with great speed that boat went along with the flow of water. അവന് വലിയ സങ്കടമായി, താൻ ഉണ്ടാക്കിയ ബോട്ട് തനിക്ക് നഷ്ടമായല്ലോ എന്ന് അവൻ വിചാരിച്ചു. And he was very sad because he has lost his boat which he had made. എന്നാൽ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവനും അവൻ്റെ പിതാവും മാതാവും ഒക്കെ കൂടെ അടുത്ത് ഉള്ള വേറൊരു പട്ടണത്തിൽ അവർ കാഴ്ച കാണാനായിട്ട് ചെന്നു. But after a week or two that he went with his parents to a nearby town. അവിടെ ചെന്നപ്പോൾ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരു കട കണ്ടപ്പോൾ കൊച്ചു കുഞ്ഞ് സ്വാഭാവികമായിട്ടും അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഇവിടെ എനിക്ക് കയറണം, എനിക്ക് നല്ല കളിപ്പാട്ടം ഉണ്ടോ എന്ന് നോക്കണം എന്ന് നിർബന്ധമായി. അവൻ്റെ നിർബന്ധത്തിൽ മാതാപിതാക്കൾ അവനെയും കൊണ്ട് ആ കളിപ്പാട്ട കടയിലേക്ക് കയറി ചെന്നു. And when they went there, he saw a shop where they were selling toys, and like all the children, he also started telling his parents that he want to go to that shop. അവൻ അവിടെ ചെന്ന് അവിടെ പല വിധത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓരോന്നും നോക്കി നടക്കുമ്പോൾ ഉണ്ട് പെട്ടെന്ന് അവൻ കണ്ടെത്തി അവൻ്റെ ബോട്ട്, അവൻ ഉണ്ടാക്കിയ ആ ബോട്ട് അവിടെ ഇരിക്കുന്നു. And while he was looking at all the toys which were kept in that shop, and to his amazement he saw the boat which he had made. അതായത് ഈ ബോട്ട് വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി താഴെ എവിടെയോ ചെന്ന് അത് താഴെയുള്ള ആ പട്ടണത്തിൻ്റെ അവിടെ എവിടെയോ തങ്ങി നിന്നപ്പോൾ ആ കടക്കാരൻ നോക്കിയപ്പോൾ കൊള്ളാം, അയാളുടെ ദൃഷ്ടിയിൽ പെട്ടു. അയാൾ അതെടുത്ത് തുടച്ച് അതും വിൽക്കാനായിട്ട് ആ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. What happened was that the boat which this boy had prepared, it had flown through the flow of water and has reached the downtown, and this shopkeeper who was there nearby saw this boat and he took it and kept it for sale. കുട്ടി പറഞ്ഞു, ഇതെൻ്റെ ബോട്ടാണ്, പക്ഷെ അത് എങ്ങനെയാണ് തെളിയിക്കുന്നത്, അതിന് ഒരു സാധ്യതയില്ല. This boy started telling that it is my boat, but how can he prove that it is his? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഈ ബോട്ട് വേണം, എനിക്കിത് വാങ്ങിച്ചു തരണം എന്ന് പിതാവിനോട് പറഞ്ഞു. So this child told, I want that boat, you buy it for me. പിതാവ് കടക്കാരനോട് ചോദിച്ചപ്പോൾ കടക്കാരൻ അതിനൊരു വില ഇട്ട് വെച്ചിരിക്കുക, ഈ വില തന്നാൽ ഞാൻ ഈ ബോട്ട് തരാം. And when this father asked the shopkeeper had already put a price for this boat, and he told that if you give me this price, I will sell it to you. അപ്പോൾ പിതാവിന് ആദ്യം അയാൾ പറഞ്ഞ വില കൊടുത്ത് ഇത് വാങ്ങാൻ അത്ര നല്ല ബോട്ടൊന്നുമല്ല, അതിനേക്കാൾ ഉപരിയുള്ള വിലയാണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് വാങ്ങാൻ വലിയ താല്പര്യമില്ലായിരുന്നു. And the father was not interested to buy this boat because he was telling a high price which the father thought it was not worthy. എന്നാൽ മകൻ പറഞ്ഞു, എനിക്ക് വേറെ കളിപ്പാട്ടം ഒന്നും വേണ്ട, എനിക്ക് ഈ ഒരു ബോട്ട് മതി എന്ന് പറഞ്ഞു. But what the child told that I don't want any other toys, I want this specific boat. അപ്പോൾ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പിതാക്കന്മാർ ഇവിടെ ഉണ്ട്, അവർക്കറിയാം കുഞ്ഞുങ്ങൾ ഒരു കാര്യത്തിന് നിർബന്ധം പിടിച്ചാൽ പിന്നെ അത് സാധിക്കാതെ പറ്റുകയില്ല. അതുപോലെ ഈ പിതാവ് എന്ത് ചെയ്തു? പിതാവ് ആ കടക്കാരൻ പറഞ്ഞ വില കൊടുത്ത് ആ ബോട്ട് വാങ്ങി മകനെ കൊടുത്തു. You know, there are brothers who are young, who are fathers, and you know that when your child asks for something, you will do it for them. And so, same way, this father also purchased this boat and gave it to the child. ആ ബോട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഈ കുഞ്ഞിന് വളരെ സന്തോഷമായി. And when this child got his boat, he was very happy. അവർ കളിപ്പാട്ടക്കടയിൽ നിന്ന് തിരിച്ച് കാറിലേക്ക് മടങ്ങുമ്പോൾ ഈ കുട്ടി അവൻ്റെ ബോട്ടിനോട് എന്തോ സംസാരിക്കുക. And while this child was going back in his car, this child was speaking about his boat. അപ്പോൾ പിതാവും മാതാവും ശ്രദ്ധിച്ചപ്പം അവൻ ഒരു കാര്യം അവൻ്റെ ബോട്ടിനോട്, പ്രിയപ്പെട്ട ബോട്ടിനോട് പറയുന്നു. And when the father and mother was listening what this child was speaking to this boat, they heard this. അവൻ പറഞ്ഞത്, ബോട്ടിനെ സംബോധന ചെയ്ത് പറയാം, ബോട്ടെ നീ എൻ്റേതാ. And this child was telling to the boat, oh boat, you are mine. നീ 2 വിധത്തിൽ എൻ്റേതാ. You are mine in 2 ways. ഒന്നാമത് ഞാനാ നിന്നെ ഉണ്ടാക്കിയത്. The first thing is that I made you. രണ്ടാമത് ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു. The second thing is I bought you with a price. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവും നമ്മെ സംബന്ധിച്ച് ചെയ്തത് ഈ 2 കാര്യം. Beloved, what Jesus has done for us is also the same. നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ദൈവമാണ്. Our creator is our God. അതേസമയം തന്നെ അവിടുന്ന് നമ്മളെ സൃഷ്ടിച്ചു എന്നത് മാത്രമല്ല, the same time it is not only that he has created us. നമ്മൾ താനെ ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ നമ്മുടേതായ വഴിക്ക് ആ വെള്ളച്ചാട്ടത്തിൽ നമ്മുടേതായ വഴിക്ക് താളം തുള്ളി നമ്മൾ നമ്മുടേതായ വഴിക്ക് നഷ്ടപ്പെട്ടു പോയവരായിരുന്നു.
When our Father created us, we are people like that boat who has gone along the flow of this world. എന്നാൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ബോട്ടിനെ ഈ കുട്ടി അതിൻ്റെ ഒരു വില കൊടുത്ത് വാങ്ങി എന്ന് പറയുന്നത് പോലെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറി ക്രൂശിലെ വില നൽകി വീണ്ടും നമ്മളെ വീണ്ടെടുക്കുക കൂടെ ചെയ്തു. Similarly, this child who has bought this boat with a price, the same way our Father in heaven has bought us by giving his only Son, Lord Jesus, on the cross. അപ്പോൾ ഇപ്പോൾ ദൈവത്തിന് നമ്മളെ നോക്കിയിട്ട് പറയാം, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ നോക്കിയിട്ട് നമ്മളെ ഓരോരുത്തരെയും നോക്കിയിട്ട് സ്നേഹപൂർവ്വം ഇങ്ങനെ പറയാൻ കഴിയും. Our Lord can say, looking at each one of us and say, we who are redeemed like this, നീ രണ്ട് വിധത്തിൽ എൻ്റേതാണ്. in two ways you all are mine. ഒന്ന്, ഞാനാണ് നിനക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നത്, എൻ്റെ സൃഷ്ടാവ് ഞാനാണ്. Firstly, I am the one, the creator who has created you and gave you life in this world. രണ്ടാമത്, ഞാൻ നിന്നെ ഒരു വില കൊടുത്ത് എൻ്റെ പുത്രൻ്റെ രക്തം നൽകി നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. Second thing is, I have bought you by giving the price of the blood of my Son. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ദൈവത്തിന് രണ്ട് വിധത്തിൽ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? Beloved, have we seen in this way that we are God has this two way we are loved in God? നമ്മളെ ദൈവം തൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ രണ്ട് അവകാശബോധങ്ങളുണ്ട്. There are two things when God says that God has purchased us. ദൈവം നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല, ഈ ഭൂമിയിലെ പരശതം ആളുകളുണ്ടായിട്ട് ആ കൂട്ടത്തിൽ നിന്ന് നമ്മളെ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കാൻ, വിലയ്ക്ക് വാങ്ങാൻ അവിടത്തേക്ക് പ്രസാദമായി. It is not only that he has created us and kept us in this world, but he has purchased us from among all these people in the world by giving his son's own blood. നമ്മളിങ്ങനെ സങ്കല്പിക്കുക, ആ ബോട്ടിന് ജീവനുണ്ടെങ്കിൽ, ആ കുഞ്ഞ് വാങ്ങിയ ആ ബോട്ടിന് ജീവനുണ്ടെങ്കിൽ ആ ബോട്ട് തിരിച്ച് ഈ കുട്ടിയോട് പറയുകയാണെന്നിരിക്കട്ടെ, അങ്ങനെയൊന്നും നോക്കുകയില്ല. ഞാൻ നിനക്ക് രണ്ട് വിധത്തിലൊന്നും അടിമയാകിയിരിക്കാനും ദാസനായിരിക്കാനും ഒന്നും നോക്കുകയില്ല. ഞാൻ എൻ്റേതായ വഴിക്ക് പോകും എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? Let us think in this way, like if this boat had life and the boat is replying back to the child that I will not be slave to you in both ways, like if you have created me or you have bought with a price, how will it feel? പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നമ്മുടെ മേലുള്ള അവകാശത്തിന് നമ്മൾ കീഴടങ്ങുകയാണ്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. Beloved, considering us, what God expects is that we should be under his authority. ആ അധികാരത്തിന് നമ്മൾ പൂർണ്ണമായി നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ അതാണ് പാപം. If we are not submitting ourselves completely to this authority of God, then it is sin. പാപം എന്ന് പറഞ്ഞാൽ അതാണോ? Is it sin what we heard now? പാപം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടേതായ ചില കോൺസെപ്റ്റുകളുണ്ട്. There are many concepts which we have about sin. എന്താ പാപം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്? When we say sin, what does it come to your heart? ഒരു ദൈവഭക്തനായ ടോസർ എന്ന് പറഞ്ഞ ഒരു ദൈവഭക്തനായ ആൾ പറഞ്ഞു, പാപം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു മദ്യശാലയും ഒരു ചൂതുകളി സ്ഥലവും ഒക്കെ അവരുടെ മനസ്സിൽ വരുന്നത് എന്ന് അദ്ദേഹം പറയുണ്ടായി. A very godly person called A.W. Tozer, he said that when we say about sin, the first thing which comes into the mind of people is a wine shop or a gambling area. പ്രിയപ്പെട്ടവരെ, അതൊക്കെ പാപത്തിൻ്റെതായ ചില ബാഹ്യമായ കാണാവുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമാണ്. Beloved, those are all the things of sin which is just seen in our eyes. എന്നാൽ പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വളരെ ആഴത്തിലുള്ള മറ്റൊരു കാര്യമാണ്. But there is something much more deeper when we say about sin. ദൈവത്തിന് നമ്മുടെ മേലുള്ള അധികാരത്തിൽ നിന്ന് നമ്മൾ കുതറി മാറി നമ്മൾ നമ്മുടേതായ വഴിക്ക് പോകുന്നതാണ് സത്യത്തിൽ പാപം. The real meaning of sin is that when we move out of the authority of God and lead our life in our own way. അങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ദൈവികമായ ദൈവത്തിന് അവൻ്റെ മേലുള്ള അധികാരത്തിൽ നിന്ന് വഴുതി മാറുമ്പോൾ അവിടെ അവൻ്റെ ലക്ഷ്യം തെറ്റുന്നതാണ് എപ്പോഴും പാപം. When a man slips away from this authority of God, he has lost his focus. And this losing of focus or in one's own life, that is sin. നമ്മൾ ഈ പഴയ ചില വേദപണ്ഡിതന്മാരോടൊക്കെ സംസാരിച്ച അവർ ചില
മൂലഭാഷയിൽ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അവർ പറഞ്ഞൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഹമേഷ എന്നൊറ്റ ഒരു പദമാണ്, അതിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പാപത്തിനെ കുറിച്ച് പറയുമ്പോൾ മൂലഭാഷയിൽ അതാണ് പോലും അതിൻ്റെ അർത്ഥം. It's like when we speak to scholars, like they say some word called hamesha means moving away from the focus. That is sin. അതായത് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ തിന്മയ്ക്കായിട്ടല്ല, നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. അത് നമ്മളെ പൂർണ്ണമായിട്ട് തൻ്റേതാക്കുക, തൻ്റെ സ്വന്തമാക്കുക എന്നതാണ്. There is a plan and purpose for God, and that plan and purpose of God is that we should be His own completely. ആ പദ്ധതിയിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമ്മൾ പാപത്തിൽ വീണു. When we slip away from this purpose of God, we commit sin. പാപത്തിൻ്റെ ഒരു രസകരമായ ഒരു നിർവചനം പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. There is another thing which Paul says considering sin when he writes this epistle to Corinthians. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മരിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. There is a part where Paul says in 1 Corinthians chapter 15 where he says that Lord Jesus died for our sins. 1 കൊരിന്ത്യർ 15-ന്റെ 3-ാമത്തെ വാക്യം. 1 Corinthians chapter 15 verse 3. അവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. Christ died for our sins according to the scriptures, and that he was buried, and that he was raised on the third day according to the scriptures. ഇതിൻ്റെ ആദ്യ ഭാഗം വെച്ചിട്ട് നമ്മൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, യേശു ക്രിസ്തു എന്തിനാ മരിച്ചത് എന്നൊരു ലളിതമായ ചോദ്യം ഇവിടെ ഇരിക്കുന്ന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അതിൽ നിന്ന് അവർക്ക് ഉത്തരം പറയാൻ കഴിയുമോ? If we ask a very simple question to the Sunday school children who are sitting here, that why did Jesus die for us, will they be able to say the answer? ക്രിസ്തു എന്തിനാ മരിച്ചത്? അതവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തു മരിച്ചു എന്ന് പറയുന്നുണ്ട്, മരിച്ചതിൻ്റെ കാരണവും പറയുന്നുണ്ട്. It is very clearly said that why Jesus died. That is, it is said Jesus died for our sins. അവിടെ അതിൻ്റെ കാരണമായിട്ട്, ക്രിസ്തു മരിച്ചതിൻ്റെ കാരണമായിട്ട് ഒരു കാര്യമാണ് പറയുന്നത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. The main thing which is said why Jesus died is mentioned very clearly. It is for our sins. അത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് 1 കൊരിന്ത്യർ 15-3 നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് യേശു എന്തിനാ മരിച്ചതെന്ന് പറയുന്ന മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. Let us turn to 2 Corinthians chapter 5 verse 15, keeping this from 1 Corinthians chapter 15 verse 3 telling Christ died for our sins. അവിടെ യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചെന്നും ആ മരിച്ചതിനൊരു കാരണവും അവിടെ വായിക്കുന്നുണ്ട്. There we read that Christ died for all and the reason why Christ died. അവിടെ 15 നോക്കുക, 5-15 നോക്കുക. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. He died for all so that they who live might no longer live for themselves but for him who died and rose again on their behalf. അപ്പോൾ വീണ്ടും നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു എന്തിനാ മരിച്ചത്? Again, let us ask to the Sunday school children on this basis, for why did Jesus die? ഇത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ യേശു മരിച്ചത് പാപത്തിനു വേണ്ടിയാണെന്നല്ല പറയുന്നത്, മറിച്ച് എന്താ പറയുന്നത്? നമ്മൾ ഇനി നമുക്കായിട്ടല്ല, നമുക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കാൻ വേണ്ടിയാണ് യേശു മരിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. Here it does not say that Christ died for our sins, but it says that he died so that we might no longer live for ourselves but for him who died for us. അപ്പം നോക്കുക, ഈ 2 വാക്യങ്ങൾ താരതമ്യം ചെയ്ത് പാപം എന്ന് പറഞ്ഞാൽ എന്താ? So comparing these 2 verses, let us think what is the meaning of sin. പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കായിട്ട് ജീവിക്കുന്നതാണ് പാപം എന്ന ഈ 2 വാക്യങ്ങൾ താരതമ്യം ചെയ്താൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. So when we compare both these verses, we can find out that when we live for ourselves, then we commit sin. നിങ്ങൾ ഈ 2 വാക്യങ്ങൾ താരതമ്യം ചെയ്ത് അങ്ങനെ കണ്ടെത്തിയോ, മനസ്സിലായോ? ഇത്
Have you compared these two verses and found out this truth which is hidden in it? ഇതൊരു ലളിതമായ കണക്കാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമല്ലോ. A ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു സി, സോ എ ഈസ് ഈക്വൽ ടു സി എന്നൊരു കണക്ക് നിങ്ങൾ പഠിക്കാറില്ലേ? It is a very simple mathematical thing which you study in smaller classes, that A is equal to B and then B is equal to C, so A is equal to C. അതായത് ആദ്യത്തെ 1 കൊരിന്ത്യർ 15:3 പറയുന്നു യേശു മരിച്ചു. അതെന്തിനു വേണ്ടി? പാപങ്ങൾക്ക് വേണ്ടി. It says in 1 Corinthians chapter 15 verse 3, Christ died. For what did he die? He died for our sins. രണ്ടാമത്തെ വാക്യം പറയുന്നു യേശു മരിച്ചു. ബി വീണ്ടും വരികയാണ്, യേശു മരിച്ചു. അതെന്തിനു വേണ്ടി? നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാതിരിക്കാൻ വേണ്ടി. Again this B repeats that Christ died. Why did he die? So that we may not live for ourselves. ഇനി A is equal to C. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ എന്താ? യേശു പാപത്തിന് വേണ്ടി മരിച്ചു. രണ്ടാമത്തേതിൽ യേശു നമുക്കായിട്ട് ജീവിക്കാതിരിക്കാൻ വേണ്ടി മരിച്ചു. അതുകൊണ്ട് പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കായിട്ട് ജീവിക്കുന്നതാണ് പാപം. So it says Christ died for our sins. Again Christ died so that we may not live for ourselves. So when we compare A is equal to C, we sin when we live for ourselves. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിനായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നോ വീണ്ടും ജന്മം പ്രാപിച്ച സഭയിലേക്ക് വന്നെന്നോ ഒക്കെ പറയുമ്പോൾ ഈ കാര്യത്തെ ഇത്രത്തോളം ഗൗരവമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? Have we taken this thing very seriously when we say that we are born again, or when we come to a church of born again believers? നമ്മൾ ഒരു കാര്യത്തിൻ്റെ തുടക്കത്തിൽ തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? പിന്നെ അങ്ങ് വഴിതെറ്റി അങ്ങ് ദീർഘദൂരം സഞ്ചരിച്ചു പോകും. When we go wrong at the beginning of anything, then what happens in the future is that error keeps on magnifying. ഇന്നലെ രാത്രി ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു സഹോദരൻ എന്നെ കൂട്ടിക്കൊണ്ട് വന്നു ഒരു വീട്ടിലേക്ക് പോകാൻ. ആ വീട്ടുകാരൻ പറഞ്ഞു ആദ്യത്തെ റൈറ്റ് എടുക്കണം, പിന്നെ മൂന്നാമത്തെ ലെഫ്റ്റ് എടുക്കണം, അങ്ങനെ എന്തോ എന്ന് പറഞ്ഞു. When a brother came to pick me from the airport, and while going to his house, brother was telling that first we should take the first right, then after the third left, something like that. ഞങ്ങൾ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ആദ്യത്തെ റൈറ്റ് അങ്ങ് വിട്ടുപോയി, രണ്ടാമത്തെ റൈറ്റ് ഒറ്റ എടുത്തത്. ചുരുക്കത്തിൽ ഞങ്ങളൊരു അരമണിക്കൂർ നേരത്തോളം അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് നേരത്തേക്കോളം വീടിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ കറങ്ങി നടക്കേണ്ടതായിട്ട് വന്നു. During a conversation, that first right was missed and we took the second right. So what happened is that we almost lost half an hour near the surrounding that house. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ തുടക്കത്തിൽ തെറ്റിപ്പോയാൽ പിന്നെ കാര്യങ്ങൾ ഒത്തിരി വ്യത്യാസമായി പോകും. What I mean to say is that if we are going wrong in the beginning, then all the things will be going wrong. നമ്മളൊക്കെ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും വന്നവരാണ്. We all are coming from different background and different life circumstances. നാം ഒക്കെ സഭയിലേക്ക് വന്നു, ദൈവസഭയിലേക്ക് വന്നു. എങ്ങനെയാണ് നമ്മൾ വന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നത്? We all came to the church, or God's church. On what basis did we come, or why did we come? നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒത്തിരി മതബോധമുള്ള ഒരു കാലഘട്ടമാണ്. In this generation which we live, there are a lot of knowledge about various religion. ഈ മതബോധത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജോലിയിലോ അല്ലെങ്കിൽ കുടുംബകാര്യത്തിലോ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ പെട്ടെന്നിരുന്ന് ചിന്തിക്കുന്നു, ഇങ്ങനൊന്നും പോയാൽ പോരാ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദൈവത്തെയൊക്കെ അറിഞ്ഞൊക്കെ ജീവിക്കണം, എന്നാൽ നമുക്ക് നാളെ മുതൽ ഒരു സഭയിൽ പൊക്കളയാം എന്ന് വിചാരിച്ചാണോ നമ്മൾ സഭയിലേക്ക് വന്നത്? Because we have some knowledge about God, and when we face some circumstance which is not good in our life, do we think like that, oh, this is not the way I should live fearing God? Do we have, so let me go to a church from next week onwards? Are we coming to a church on this basis? അങ്ങനെ സഭയിലേക്ക് വന്നു, ഇവിടെ നല്ല പാട്ടും പ്രസംഗങ്ങളും ഉണ്ട്, നമ്മളെ ആരും ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ നമ്മൾ സഭയുടെ ഭാഗമായിട്ട് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ സത്യത്തിൽ നമ്മൾ ആ തുടക്കത്തിൽ ദൈവം ആഗ്രഹിച്ച ഒരു വഴിയിലൂടെയാണോ സഭയിലേക്ക് വന്നത് എന്ന് നമ്മളെ തന്നെ ചോദന ചെയ്യേണ്ടതായിട്ടുണ്ട്. When we came to the church, there is a lot of good songs, there is good message, and nobody is asking us any questions which is hurting us. So our life goes on like that.
Are we happy with that, or do we really know the real purpose why God has saved us? അല്ലെങ്കിൽ ചിലപ്പം ആളുകൾക്ക് ചിലപ്പം തങ്ങൾ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് ചില സങ്കടങ്ങളൊക്കെ വരാറുണ്ട്. Otherwise, there will be some regret for the people who had, for some people, when they turn back to their life. അത് നമുക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള മനുഷ്യർക്കും ഇച്ഛേ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. It is not only for us who are born again, but it is also for those worldly people who thinks that this was not the way which I should have done that thing. അങ്ങനെ നമ്മൾ ജീവിച്ചു വന്ന ജീവിതത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു പശ്ചാത്താപം, കേവലം ഒരു വേണ്ടായിരുന്നു എന്ന് തോന്നി, നമുക്കൊരു കുറ്റബോധം തോന്നി, അതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണോ നമ്മൾ സഭയിൽ വന്നത്? അതിനെയും ചിലപ്പോൾ ആളുകൾ ഒരു വീണ്ടും ജന്മമായിട്ട് തെറ്റിദ്ധരിക്കാനിടയുണ്ട്. Or else is it in this way that we turn back to some instances in our life where we had gone wrong, and then we say, oh, this is not the way, that I should have done that, I should rectify that. Have we come to the church on this basis? ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് മതപരമായ ചില ഉണർത്തലുകളുടെ അടിസ്ഥാനത്തിലോ ചില തെറ്റുകൾ പറ്റിപ്പോയി എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല നമ്മുടെ സഭയിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ ഒരു കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് അതല്ല. What I mean to say is that have we come to the church on the basis of some stirring up of the knowledge on the religion, or on some things which you have gone wrong in your life? Have you come to the church on this basis? നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഇനിയും മേലാൽ ഞാൻ എനിക്കായിട്ട് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നൽകുന്ന ഒരു അനുഭവം, അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? Do we really have that beginning in our life, that real understanding that our Lord has purchased us and we are no longer going to live for ourselves? Do we have that experience in our life? Are we coming to the church on that basis? ദൈവമേ, നിനക്കെൻ്റെ മേലെ 2 അധികാരമുണ്ട്. എന്നെ സൃഷ്ടിച്ചവൻ നീയാണ്. നിന്നെ വിട്ട് ഞാൻ ഈ ലോകത്തിൻ്റെ വഴിയിൽ ഒത്തിരി പോയി. നീ എന്നെ വിലയ്ക്ക് വാങ്ങാനായിട്ട് നിൻ്റെ പുത്രനെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 കാര്യത്തിനും ഞാൻ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തെ, നമുക്ക് വേണ്ടിയുള്ള ജീവിതത്തെ മാറ്റിവെച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായിട്ട് വിറ്റുകളയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? Oh Lord, you have created me. I have gone astray in this flow of the world. But, oh Lord, you have purchased us, oh Lord, me by giving Lord Jesus Christ on the cross. Do we have this understanding from our Lord, and that I am completely going to give my life for you? അതെന്ന് പറയുന്നത്, അങ്ങോട്ട് പോകുന്ന, കിഴക്കോട്ട് പോകുന്ന ഒരാൾ അല്ലെ പടിഞ്ഞാട്ട് പോകുന്ന ഒരാൾ നേരെ തിരിഞ്ഞ് നടക്കുന്നത് പോലെ ഒരു 180 ഡിഗ്രി ഒരു തിരിവാണ് അതുമൂലം ഉണ്ടാകേണ്ടത്. And the thing which should happen is that, for example, a person, if he is walking along the north direction, he turns 180 degree and start moving in the south direction. It is that experience which a person should have. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ഇങ്ങനെയുള്ള ഒരു മാനസാന്തരത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. The apostles who lived in the 1st century preached about such a repentance. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് താന് എഫേസോസിലെ മൂപ്പന്മാരോട് പറയുന്ന, താന് പ്രസംഗിച്ചതിനെക്കുറിച്ച് പറയുന്ന ആ ഭാഗം നോക്കുക. അവൻ്റെ 21-ാമത്തെ വാക്യം. Let us turn to that part in Acts chapter 20 verse 21, where Apostle Paul spoke to the elders in Ephesus. അവിടെ പറയുന്നു, ഞാൻ നിങ്ങളോട് പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം, ദൈവത്തിങ്കലേക്കുള്ള ഒരു മാനസാന്തരം, അങ്ങനെയാണ് അവിടെ ആ പ്രയോഗം കാണുന്നത്. It says like that, how I did not shrink from declaring to you anything that was profitable, and solemnly testifying about repentance towards God. Repentance towards God, ദൈവത്തിങ്കലേക്കുള്ള ഒരു മാനസാന്തരം, ഒരു തിരിവാണത്. It is a turn, that is repentance towards God. അതായത് നമ്മൾ പോയ വഴികളെക്കുറിച്ച് നേരിയ പശ്ചാത്താപമോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കണം എന്നൊരു തിരിച്ചറിവോ അല്ല. പോകുന്ന വഴിയിൽ നമ്മൾ നമുക്കായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. ഇനി മേലിൽ ഞാൻ എനിക്കായിട്ട് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരുന്നതാണ് മാനസാന്തരം.
എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. Paul says that it is not like that if we did something wrong in our life and then we understand that it is not that way, I should live in a better life. It is not that repentance, but it is a complete repentance in which we give our life to God completely. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൽ പൗലോസ് അഗ്രിപ്പ രാജാവിനോട് തൻ്റെ അനുഭവവും തൻ്റെ സാക്ഷ്യവും പങ്കിടുമ്പോഴും താൻ പ്രസംഗിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ പ്രസംഗം ഈ നിലയിലാണ് എന്ന് പ്രസ്താവിക്കുന്നു. Paul, when we turn to the Acts of Apostles in chapter 26, we see Paul telling King Agrippa about his experience and his testimony and how he preached. അവിടെ 26-20 തൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ജാതികളോടും നോക്കുക. 26-20 രണ്ടാമത്തെ ഭാഗം യെരുശലേമിലും യഹൂദ്യദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു എന്നാണ് കാണുന്നത്. We see in Acts chapter 26 verse 20, Paul says, at Jerusalem and then throughout all the region of Judea and even to the Gentiles, that they should repent and turn to God, performing deeds appropriate to repentance. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. People should repent and turn towards God. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, ആ തിരിവ്, അതിനെ അവിടെയും പൗലോസ് ഊന്നി പറയുന്നു. Paul is emphasizing this thing of repentance and turning towards God. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ദൈവത്തിങ്കിലേക്കുള്ള ഒരു മാനസാന്തരമാണോ സംഭവിച്ചിട്ടുള്ളത്? Beloved, in our life, have we got this experience of turning away towards God? നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മളൊക്കെ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? As humans, for whom are we living? നമ്മളൊക്കെ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ചിലർ പറയും ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പറഞ്ഞു വന്നാൽ അതും നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ചിലർ പറയും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ശരി, പക്ഷേ അതെല്ലാം അനലൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ആദാമിൻ്റെ വംശാവലിയിൽ പിറന്ന സകലരും തങ്ങൾക്കായിട്ടാണ് ജീവിക്കുന്നത്. Some people say that I'm living for my children. Some others says that I'm living for my wife. But when we analyze all these things, we are living for all these things is only for ourselves. All the people who have coming from the race of Adam live for themselves. എന്നാൽ അങ്ങനെ ജീവിക്കുന്നതിൽ നിന്ന് ദൈവത്തിങ്കിലേക്കൊരു തിരിവ്, അതാണ് 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചിരുന്ന മാനസാന്തരം. What was preached in the first century was when people are living for themselves, they are turning and then living for God. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? Have we got such an experience in our life? ദൈവം ജീവിതത്തിൽ 1-ാം സ്ഥാനത്തേക്ക് വരികയും നമ്മുടെ കേന്ദ്രത്തിൽ ദൈവം വരികയും ദൈവത്തിന് ചുറ്റാകെ നമ്മൾ കറങ്ങുകയും ചെയ്യുന്നത് പോലെ ഒരനുഭവം വന്നിട്ടുണ്ടോ? Have we had such an experience when our God becomes first in our heart, that He becomes the center of our life and our life starts revolving around our God? നമ്മുടെ ഫോക്കസും സെൻറ്ററും ദൈവത്തെ കേന്ദ്രീകരിച്ചാണോ ബാക്കി കാര്യങ്ങളെല്ലാം ആയിരിക്കുന്നത്? Our focus and our center and all our things, is it focused towards our God? നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസൻ ഗലീലിയോയുടെ കഥ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും. Maybe you remember about a godly person who spoke about Galileo. ഗലീലിയോ ആ നിലയിൽ കാര്യങ്ങൾ കണ്ടുപിടിച്ച് സൂര്യനാണ് ഈ സൗരയൂഥത്തിൻ്റെ മധ്യത്തിലുള്ളതെന്നും ഭൂമിയൊക്കെ അതിനെ ചുറ്റിയാണ് കറങ്ങുന്നതെന്നും ഗലീലിയോ ആണ് അത് കണ്ടെത്തിയത്. It was Galileo who found out this truth, that the sun was the center of the solar system and the earth was revolving around this sun. അതിനു മുമ്പ് വരെ ഈ ലോകത്തിലുള്ളവർ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്? Till that time, what did the people who were living in the world thought? അതിനു മുമ്പ് വരെ ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ ചുറ്റിയാണ് സൂര്യനും ചന്ദ്രനും എല്ലാം കറങ്ങുന്നത് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. Till that time, the people thought that the sun was revolving around the earth in which they lived. അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നു. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ സൂര്യനെ കിഴക്ക് കാണുന്നു, വൈകുന്നേരം പടിഞ്ഞാറ് കാണുന്നു. സൂര്യൻ നമുക്ക് ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. Isn't it the same way we can also think that when we get up in the morning, we see the sun rising in the east, and in the evening we see the sun setting in the west? നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ
നമ്മളെ ചുറ്റി നമ്മൾ കേന്ദ്രത്തിലും അവ നമ്മളെ ചുറ്റി കറങ്ങുന്നതായിട്ടുമാണ് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുക. In a normal way, when we observe the stars and the moon, we can understand that all these things are revolving around us, keeping us as their center. ഗലീലിയോയ്ക്ക് മുമ്പ് ആളുകൾ അവർ കണ്ണിൽ കണ്ടതുപോലെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഭൂമിയാണ് നടുക്ക്, സൂര്യനൊക്കെ അതിനെ ചുറ്റിയാണ് സഞ്ചരിക്കുന്നത് എന്നായിരുന്നു ആളുകൾ കരുതിയിരുന്നത്. Before Galileo's time, people thought that the earth was the center and all the other things revolved around the earth in which they lived. എന്നാൽ ഗലീലിയോ വന്നപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചു. അതായത് സൂര്യനാണ് ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രത്തിലുള്ളത്. ഭൂമി ആ ഒരു ഗ്രഹമാണ്. ഭൂമി ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രഹങ്ങൾ ഈ സൂര്യന് ചുറ്റും കറങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് വേണ്ടത് എന്ന് ഗലീലിയോ കണ്ടെത്തി. When Galileo came, he found out that the sun was the center of the solar system and the earth, like all other planets, revolved around this sun, and that is the proper way. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഗലീലിയോ കണ്ടെത്തിയതുപോലെ ഒരു കണ്ടെത്തലാണ് സത്യത്തിൽ വീണ്ടും ജനനം അല്ലെങ്കിൽ ദൈവത്തെങ്കിലേക്കുള്ള ഒരു മാനസാന്തരം എന്ന് പറയുമ്പോഴുണ്ടാകേണ്ടത്. When we say that we have repented, it is this thing what Galileo found out, that we should find out that God is the center of our life. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദാമിൻ്റെ വംശാവലിയിൽ പറഞ്ഞ നമ്മളെല്ലാം സ്വാർത്ഥരായതുകൊണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും നമുക്ക് ചുറ്റും കറങ്ങണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. Because we all are coming from this race of Adam, what we all like is that all the things should revolve around my life. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കരുതണം, അവർ നമുക്ക് വേണ്ടി ചിന്തിക്കണം. Our parents should care for us and they should think about us. നമ്മുടെ ഭാര്യ നമ്മുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നമുക്ക് ചുറ്റും ഒരു ഉപഗ്രഹം പോലെ ഇങ്ങനെ കറങ്ങണം. Our wife should look after the things of my life and she should revolve around my life. നമുക്ക് കുറച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളുടെ ചുറ്റുപാടും ഇങ്ങനെ കറങ്ങി നമ്മളെ ശ്രദ്ധാകേന്ദ്രമാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം. If we have many friends, all these friends should make us as their center and they should do all things to satisfy me. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു സഭയിൽ പോയാൽ സഭയിലുള്ള സഹോദരന്മാരും അവരും നമുക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങണം. So when we go to a church, we think that all the brothers and sisters should revolve around my life, keeping me as the center. അങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് ഇടർച്ച വരും. നമ്മുടെ കുഞ്ഞിന് പനിയായിട്ട് എൻ്റെ കുഞ്ഞിന് പനിയായിട്ട് അത് മാത്രം ഇന്ന് സഭയിൽ പ്രാർത്ഥിച്ചില്ല. So in that time, when something happens to a child gets sick, and if they don't pray in the church, we get offended, telling that, oh, they did not pray for my child. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്താ? സഭയായാലും സഹോദരന്മാരായാലും അവരൊക്കെ എന്നെ ശ്രദ്ധാകേന്ദ്രമാക്കി എനിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങണം, സഭ എനിക്ക് വേണ്ടി എന്നൊരു മനോഭാവമാണത്. So what is the attitude behind all these things? It is this, that all the brothers and sisters, they should revolve around my life. They should care. The church should care for my family. ദൈവത്തെയും നമുക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഗ്രഹമാക്കി നമുക്ക് കാണാൻ കഴിയും. We can also see God as a planet revolving around our life. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് ചിന്തകളാണ് പൊതുവേ ഉള്ളത്. There are two kinds of thoughts in this generation which we live. ഒന്നെന്ന് പറയുന്നത് ദൈവം എനിക്ക് വേണ്ടി. First thing is God for me. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കണം. If I pray, God should hear. എനിക്ക് ജോലി നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ബാധ്യതയാണ് വേറൊരു ജോലി സംഘടിപ്പിച്ച് തരേണ്ടത്. ഞാൻ കാര്യം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. If I lose my job, it is the responsibility of my God that He should give me a better job because I am praying. എൻ്റെ കുഞ്ഞിന് അസുഖം ഉണ്ടായാൽ അത് 3-ാം ദിവസം പൊറുപ്പിക്കേണ്ട ചുമതല ദൈവത്തിനാണ്. കാരണം ഞാൻ സഭയിലെ അംഗമാണല്ലോ. If my child gets sick, on the 3rd day, he should be healed because I belong to His church. ദൈവം എനിക്ക് വേണ്ടി, God for me. പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു ചിന്ത. It is one kind of thought. അതെന്ന് പറയുന്നത് ഗലീലിയോ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം പോലാണ്. ഭൂമിയാണ് കേന്ദ്രത്തിൽ, ദൈവം ഉൾപ്പെടെ, സഭ ഉൾപ്പെടെ, മറ്റുള്ളവരുൾപ്പെടെ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ, ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാം എനിക്ക് ചുറ്റും കറങ്ങണം എന്ന മനോഭാവമാണത്. It is exactly that attitude of people which they had before the time of Galileo, in which they thought that the earth was the center and all other things. For example, our life is the center and all other things, that God, the church, our parents, our relatives, our friends, all should revolve around my life, keeping me as the center. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിങ്കിലേക്കൊരു മാനസാന്തരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കാര്യത്തിൻ്റെ കേന്ദ്രത്തിൽ ദൈവമായി, ഞാൻ ദൈവത്തിനു വേണ്ടി
എന്ന രണ്ടാമത്തെ മനോഭാവത്തിലേക്ക് വരികയാണ്. But when we really repent towards God, our center becomes God and our attitude changes that we for God. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് അന്ത്യകാലത്ത് ഞാൻ പറയും എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യമാണത്. Beloved, we know that it says about people whom the Lord will say that to depart from me, you who practice lawlessness. It is mentioned in Matthew chapter 7 verse 23. അവിടെ അധർമ്മം എന്ന് പറയുന്നത് നമ്മൾ മെസ്സേജ് ബൈബിളിൽ നോക്കിയാൽ അല്പം വ്യത്യാസമായിട്ടാണ് നമ്മൾ കാണുന്നത്. When we look to this word lawlessness in the message Bible, there is a small change. അവിടെ അധർമ്മം എന്നുള്ളതിന് പകരം അവിടെ ദൈവം എന്താ പറയുന്നതെന്ന് അറിയാമോ? What does the Lord says for this word lawlessness? അധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല എന്താ ഈ അധർമ്മം. When we say this word in Malayalam, we won't understand. അവിടെ അധർമ്മം എന്ന് പറയുന്നതിന് മെസ്സേജ് ബൈബിളിൽ പറയുന്ന കാര്യം ഇതാണ്. അതായത് നീ വളരെ പ്രധാനപ്പെട്ട ആളാകാൻ വേണ്ടി എന്നെ കൂടെ നീ ഉപയോഗപ്പെടുത്തി എന്നാണ് ദൈവം അവിടെ പറയുന്നത്. What God says about this word lawlessness is that you are using me for your benefit. This is how it is said in Message Bible. അവിടെ അപ്പോൾ ആ മനോഭാവം എന്താ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള മനോഭാവം എന്താ? ദൈവം എനിക്ക് വേണ്ടി, ഞാനൊരു പ്രധാനപ്പെട്ട ആളാണ്, എനിക്ക് വേണ്ടി ദൈവത്തെ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവരോട് ദൈവം പറയുന്നു, നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നാണ് മെസ്സേജ് ബൈബിളിൽ നിന്ന് നമുക്ക് ആ ഭാഗം മനസ്സിലാകുന്നത്. So when we look at this thing, when we live for ourselves, that we use God for our life, then God says that He doesn't know us. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ ഇങ്ങനെ സംക്ഷേപിച്ച് പറയാം. ഒരു യഥാർത്ഥ മാനസാന്തരം, ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം, അതിലെന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? So in short, let us understand what all things should be there when we really say that we are really repenting and turning towards God. അതിൽ ഏറ്റവും കുറഞ്ഞത് 3 കാര്യങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. There should be at least 3 things when we say that we are truly repented. ഒന്നാമത് അതിലൊരു അനുതാപം ഉണ്ടായിരിക്കണം. First thing, we should have a true regret. രണ്ടാമത് അതിലൊരു ഉപേക്ഷണം ഉണ്ടായിരിക്കണം. The second thing is that we should leave that from our life. മൂന്നാമത് അതിലൊരു രമ്യത, ഒരു റെസ്റ്റോറേഷൻ ഉണ്ടായിരിക്കണം. The third thing is that there should be a restoration. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രദറിന് സ്ഥലം തെറ്റിപ്പോയെന്ന് തോന്നുന്നു, ഞങ്ങൾ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് സഭയിലുള്ള ആളുകളാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്നെനിക്കറിയാം. When I say all these things, maybe you all may think that brother, you are speaking something wrong. We are in this church for almost 25 years. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ചെന്ന് നിന്നിട്ട് അവിടെ വെച്ച് ദൈവം പറയുക, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് താമസിച്ചു പോയി നമുക്ക് കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്താനൊക്കെയില്ല. Beloved, at the last moment of our life, when we are about to stand in the presence of God, then the Lord says that I don't know you. We will not have time to restore things. അതേസമയം 25 വർഷത്തിന് ശേഷമാണെങ്കിലും നമ്മൾ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. But it is better that even after 25 years that a clear understanding about the real things. അനുതാപം, ഒന്നാമത് ഒരു മാനസാന്തരത്തിൽ വേണ്ടത് അനുതാപമാണ്. The first thing for repentance is that we should have regret of our past. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എതിരായ കാര്യങ്ങൾ വന്നല്ലോ എന്നൊരു പാപബോധവും അതിനെ തുടർന്നുള്ള ഹൃദയത്തിലുള്ള വേദനയുമാണ് അനുതാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This regret, what we mean is that when we turn back to our life, when we see what all things we had done in our life which was not pleasing to our Lord, we feel that pain which we had given to the Lord. ഇതേ കാര്യം കർത്താവായ യേശുക്രിസ്തു അല്ല ഈ അനുതാപം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകനാണ്. It is not only Jesus, but before Jesus it was John the Baptist who preached this. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ
അവിടെ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരപ്പെടുവീൻ എന്ന് വെച്ചാൽ അവിടെ അനുതപിപ്പീൻ എന്നാണ് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. It's the John the Baptist start preaching, telling this to repent, for the kingdom of heaven is at hand. അതേസമയം കർത്താവായ യേശുക്രിസ്തു വരുമ്പോഴോ യേശുക്രിസ്തു അതിനോട് ചേർത്ത വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. വാക്യത്തെ നമുക്ക് വാക്യത്തോടെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കത് കണ്ടെത്താൻ ഒക്കും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യേശു പ്രസംഗിച്ചതിനെക്കുറിച്ച് പറയുന്നു. When we see what Jesus preached, we can see when we compare these two verses from Mark chapter 1 verse 15. അവിടെ കർത്താവ് പ്രസംഗിച്ചത് എന്താ? കാലം തികഞ്ഞു. അവിടെ യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. The time is fulfilled and the kingdom of God is at hand. Therefore repent and believe in the gospel. കണ്ടോ, യോഹന്നാൻ സ്നാപകൻ അനുതപിപ്പീൻ, നിങ്ങളുടെ വഴികളെ വിട്ട് തിരിവീൻ, അതായത് മലകൾ താണു വരണം, താഴ്ന്ന സ്ഥലങ്ങൾ പൊങ്ങി വരണം, വളവുള്ളത് ചൊവ്വായി തീരണം എന്ന് പറഞ്ഞ് താനെ മാനസാന്തരപ്പെടുവീൻ, അനുതപിപ്പീൻ എന്നൊരു കാര്യം അതിന് ഊന്നൽ നൽകിയാണ് യോഹന്നാൻ പ്രസംഗിച്ചത്. John the Baptist was emphasizing on repentance. He was speaking that the mountains should come down, the valleys should come up, all the crooked ways should be made straight. So John was emphasizing on this aspect of repentance. എന്നാൽ കർത്താവ് വന്നപ്പോൾ ആ അനുതാപത്തെ വിട്ടുകളഞ്ഞില്ല. ആ അനുതാപത്തോടൊപ്പം എന്തുകൂടെ കൊണ്ടുവരുന്നു? അനുതാപത്തോടൊപ്പം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ് അതിന് വിശ്വാസത്തിൻ്റെ ഒരു പുതിയ മാനം കൂടെ നൽകുന്നു. When Jesus came, he not only preached about repentance, but to that he also added this aspect of believing in the gospel. എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകത്തിൻ്റെ പ്രസംഗത്തിലും യേശുവിൻ്റെ പ്രസംഗത്തിലും ഈ കാര്യങ്ങളിൽ ഒരു വ്യത്യാസം വന്നത്? Why was there a difference between the preaching of John the Baptist and the preaching of Jesus? യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പോലെ അനുതപിച്ച് വിശ്വസിപ്പീൻ എന്ന് പ്രസംഗിച്ചു എന്നിരിക്കട്ടെ, എന്തിലാണ് ആളുകൾ വിശ്വസിക്കേണ്ടത്? If John the Baptist preached to repent and believe, in what should the people believe? എന്നാൽ യേശു വന്നപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട്, നമ്മുടെ തെറ്റുകളുടെ പരിഹാരത്തിനായിട്ട് അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള ആ കാര്യം കൂടെ വന്നപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് ഇപ്പോൾ പറയാൻ കഴിയും, നിങ്ങൾ അനുതപിക്കുക മാത്രമല്ല ഈ കാര്യത്തിൽ വിശ്വസിക്കുക കൂടെ ചെയ്യുവീൻ എന്ന് പറയാൻ കഴിയും. യോഹന്നാൻ അത് പറയാൻ കഴിയുമായിരുന്നില്ല. When Jesus came, he could preach about this good news about the kingdom of God, because we know from the gospel that he died for our sins, and hence but John the Baptist could not say it. എന്നാൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പം വേറൊരു കാര്യം കൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പത്രോസിനോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് അവിടെ പറയുന്നത് എന്താ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞ് അതിൻ്റെ തുടർന്ന് മുന്നോട്ടുള്ള പടികളൂടെ അവിടെ പത്രോസ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. And we can see in the Acts of the Apostles chapter 2 verse 38 what Peter says about the future steps to repent, and each of you be baptized in the name of Jesus Christ for the forgiveness of your sins, and you will receive the gift of the Holy Spirit. നോക്കുക, മത്തായി എഴുതിയ സുവിശേഷം 3:2, മർക്കോസ് 1:14, അപ്പോസ്തലപ്രവൃത്തി 2:38 ആ കാര്യം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഇങ്ങനെ വർദ്ധിച്ച് വർത്തമാനമായ നിലയിൽ ഒരു പുരോഗതിയിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. You can see from Matthew chapter 3 verse 2, Mark chapter 1 verse 14, and Acts chapter 2 verse 38 that this gospel keeps on going from step by step. പക്ഷേ അവിടെ എല്ലാം അനുതാപം എന്ന് പറയുന്ന, റിപ്പൻറ്റൻസ് എന്ന് പറയുന്ന ആ ഘടകത്തെ ഒഴിവാക്കുന്നില്ല. In all these steps we find that this aspect called repentance, that is not taken away. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ആ കാര്യത്തെ എങ്ങനെ ചിന്തിക്കാം? നമുക്കുണ്ടായ ആ മാനസാന്തരത്തിൽ അങ്ങനെ ഒരു അനുതാപം അത് വന്നിട്ടുണ്ടോ? Let us
understand that that experience which we had, was that a true repentance? രണ്ടാമത്തെ ആ മാനസാന്തരത്തിൽ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരത്തിലുള്ള രണ്ടാമത്തെ കാര്യം ഒരു റിജക്ഷനാണ്, ഒരു ഉപേക്ഷണമാണ്. The second thing is rejection in relation to the repentance which we had. അവിടെ നമ്മുടെ മാനസാന്തരത്തെ തുടർന്ന് നമ്മൾ ചില കാര്യങ്ങൾ അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടുണ്ടോ? And because of our repentance which we had, have we rejected some things which we used to do in our life? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലോട് പൂർണ്ണമായിട്ടൊരു വിട പറച്ചിലുണ്ടായിട്ടുണ്ടോ? Have we completely given up to that things which we were doing when we had true repentance? അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. If we had not completely set apart from those things, then let us examine whether we had a true repentance towards God. ഞാൻ ഈ കോട്ടയത്ത് താമസിക്കുമ്പോൾ അവിടെയുള്ള കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഞാൻ നടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ബിസിനസ്സുകാരെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. I'm staying in Kottayam for around 35 years, past 35 years, and I observe these businessmen who are living nearby. അവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുതലുള്ള ഒരു പട്ടണമാണ് കോട്ടയം. Kottayam is a district where we have a lot of Christians. എന്ന് തന്നെയല്ല, അവരിൽ മിക്കവരും ബിസിനസ്സുകാരാണ്, കച്ചവടക്കാരും സ്വന്തം ബിസിനസ് ചെയ്യുന്ന ആളുകളും. Not only that, many of them are businessmen. അവിടെ പണ്ടൊക്കെ ഞാനൊരു 10-35 വർഷം മുമ്പ് അതിലെയൊക്കെ നടക്കുമ്പോൾ ഇവരെല്ലാം വൈകുന്നേരമാകുമ്പോൾ കടയൊക്കെ അടച്ചിട്ട് അവരുടെ ലയൺസ് ക്ലബ്ബിലോ റോട്ടറി ക്ലബ്ബിലോ പോയി മദ്യപാനമാണ് അവരുടെ വൈകുന്നേരത്തെ വിനോദ പരിപാടി. What they do usually, like 35 years back, what they used to do is that after they finish their day's business, they shut down their shops and then they gather together in a Lions Club or Rotary Club and they spend their time in drinking. എന്നാൽ അതിനുശേഷം വളരെ വേഗത്തിൽ ഈ കത്തോലിക്ക സഭയിലുമൊക്കെയും പുതിയ ബൈബിള് വന്നതോടെ അതിനെ തുടർന്നുള്ള കരിസ്മാറ്റിക് ചില മൂവ്മെൻറ്റുകൾ മുന്നോട്ട് വന്നു. Very fast when this Bible and things came in the Roman Catholic Church, then things started going up, like charismatic things started growing up. അപ്പോൾ ഇപ്പോഴ് ധാരാളം കരിസ്മാറ്റിക് ഗ്രൂപ്പുകളും പെന്തക്കോസ് ഗ്രൂപ്പുകളും ഒക്കെയും അവരുടെ മീറ്റിങ്ങുകളും ഒക്കെ വൈകുന്നേരം അവിടെ പല സ്ഥലങ്ങളിൽ നടക്കാറുണ്ട്. So now what happens is that there's a lot of meetings of this charismatic groups and also Pentecostal groups in that area. അപ്പോൾ ഇപ്പോഴീ ബിസിനസ്സുകാർ പലരും ആ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. So many of these businessmen have come to this charismatic groups. ഇപ്പോൾ അവർ വൈകുന്നേരം കടയടച്ചാൽ എന്താ ചെയ്യുന്നത്? കടയടച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടി നേരെ ഈ കരിസ്മാറ്റിക് യോഗത്തിന് ചെന്നിറങ്ങും. So now what they do? What they do is that when they finish their business, they close their shops, they take their wife and children and go to this charismatic group. അവിടെ 1 മണിക്കൂർ പാട്ടും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്, അതിലൊക്കെ അവർ പങ്കെടുക്കും, പിന്നെയും തിരിച്ചു വരും. There is a time of worship and preaching for almost 1 hour, and after they finish, they come to their house. പിറ്റേന്നും രാവിലെ വന്ന് അവർ കട തുറന്നിട്ട് പിന്നെയും അവർ ചെയ്യുന്ന ബിസിനസ് എന്താ? പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സർക്കാരിനെ വെട്ടിക്കുകയും 2 കണക്ക് ബുക്കുകൾ വെക്കുകയും ഇൻകം ടാക്സ് കബളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. The next day morning again, what they do is that they open their shop and they do the same thing which they used to do before, is like cheating the government or not paying their tax properly. The same thing, they live their same life. അവരുടെ ജീവിതത്തിൽ ആ തെറ്റായ സർക്കാരിനെ കബളിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഉപേക്ഷണം അവർക്കുണ്ടായ മാനസാന്തരം അവർക്ക് നൽകിയിട്ടില്ല. The repentance which they had, that did not give them a rejection to all these things which is not correct. ആകെപ്പാടെ ഉള്ളത് പണ്ട് വൈകുന്നേരങ്ങളിൽ മദ്യശാലയിൽ പോയിരുന്നു, ബാർ ഹോട്ടലിലായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത്, ഇപ്പോൾ കരിസ്മാറ്റിക് യോഗത്തിലാണ് സമയം ചെലവഴിക്കുന്നത് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. The only change which has taken place is that before they used to spend their time in the bar, but now they spend their time in the charismatic group. അവരുടെ ഭാര്യമാർക്കൊരു സന്തോഷമുണ്ട്, ഞങ്ങളുടെ അച്ചായൻ ഇപ്പോൾ കുടിയൊക്കെ നിർത്തി, പുള്ളിക്കാരൻ ഇപ്പോൾ പഴയ പോലൊന്നും അല്ല എന്നൊരു സന്തോഷമുണ്ട്. Their wives are happy because previously they used to go to the wine shop and drink, but now they are with their husband in the group. പക്ഷേ അവരുടെ ജീവിതത്തിൽ പാപത്തോടുള്ള ഒരു മനോഭാവത്തിൽ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഇതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. But I would like to ask this question: have they got
a change in the attitude towards the sin which they have in their life? ഈ കാര്യത്തെക്കുറിച്ചൊരു ബോധ്യമില്ലെങ്കിൽ അവരവരുടെ മതപരമായ ഒരു പുറംപൂച്ചും പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകും. ഒടുവിൽ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാനിടയാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. If they do not have this clear understanding, they will be mixed up with this song and praise and message and all these things. And at the end of their life, when they stand before God, the Lord will say that, I do not know you. അപ്പോൾ ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരത്തിലെ രണ്ടാമത്തെ കാര്യം ആ നിലയിൽ പാപകരമായ എല്ലാ കാര്യങ്ങളോടുമുള്ള പൂർണ്ണമായ ഒരു വിട പറയലാണ്. So the second thing in relation to real repentance is to have that rejection to all those things which we did wrongly. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെങ്കിലേക്കുള്ള 180 ഡിഗ്രി തിരിഞ്ഞുള്ള ഒരു മാനസാന്തരത്തിൽ ഉണ്ടാകേണ്ടത് താന് ചില കാര്യങ്ങളിൽ തെറ്റായി ചെയ്ത കാര്യങ്ങളിൽ ഒരു രമ്യതപ്പെടലാണ്, ഒരു റിസ്റ്റോറേഷനാണ്. The third thing which we should have if we had a real repentance is a 180 degree turn in the thing. The third thing is to have a restitution to all the things which we had done in our past. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായമാണ് അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ. നമുക്കറിയാം. The classic example is mentioned in the Gospel of Luke chapter 19. അതിൻ്റെ 19-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സക്കായിയുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. We read about the repentance which Zacchaeus had in the Gospel of Luke chapter 19 verse 1 to 10. സക്കായി ആരായിരുന്നു? അവന് ആ നിലയിൽ ചുങ്കക്കാരുടെ ഒരു പ്രമാണിയായിരുന്നു. Who was Zacchaeus? He was a chief tax collector. ആ ചുങ്കക്കാരൻ്റെ പരിപാടി അന്നത്തെ കാലഘട്ടത്തിൽ വളരെ രസകരമായ ആളുകളാണ്. രസകരം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുള്ള ആളുകളാണ് ഈ ചുങ്കക്കാർ. In that time, when we say a tax collector, they had some speciality in the time which they lived. അതായത് അന്നത്തെ റോമൻ സർക്കാർ പാവപ്പെട്ട ആളുകളുടെ മേൽ ചുമത്തിയിട്ടുള്ള കരം എത്രയാണെന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു ബോധവൽക്കരണം ആ നിലയിൽ നടന്നിട്ടില്ല. The people who lived in that place did not know what was the amount which the Roman government had put on them. ആ ചുങ്കക്കാർ വന്ന് പിരിക്കുന്നതാണ് ഈ പാവപ്പെട്ട മനുഷ്യരങ്ങ് കൊടുക്കുക ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് അറിഞ്ഞുകൂടാ. When this tax collector come and take the money, it is this amount what they say, it is what the people think it is the right amount. അപ്പോൾ ഒരു 10 രൂപയാണ് കരമായിട്ട് കൊടുക്കേണ്ടതെങ്കിൽ ചുങ്കക്കാരൻ വന്ന് പറയുന്നു 100 രൂപ താൻ കരമായിട്ട് തരേണ്ടതുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ 100 രൂപ കൊടുക്കുന്നു. ചുങ്കക്കാരൻ എന്ത് ചെയ്യുന്നു? അതിൽ 10 രൂപ സർക്കാരിൽ അടയ്ക്കുന്നു, 90 തൻ്റെ പോക്കറ്റിലിടുന്നു. So when this tax collector comes and get the money, the tax from the people, if the real amount is just 10 rupees, if the tax collector says it is 100 rupees, this poor person thinks it is really 100 and he gives the money. What the tax collector does it, he pays the 10 rupees to the government and the rest 90 rupees he keeps in his pocket. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് മനസ്സിലായി. അതുകൊണ്ട് ചുങ്കക്കാരെന്ന് വെച്ചാൽ പാപികളിലെ 1-ാം നമ്പർ ആളുകൾ എന്നാണ് സമൂഹത്തിൻ്റെ ധാരണ. So as time passed by, the common people came to understand that these people are doing such a thing, and they thought that these people are the number 1 in the sinners list. അങ്ങനെയുള്ള ചുങ്കക്കാരുടെ ഒരു പ്രമാണിയും ധനവാനുമായിരുന്നു സക്കായി. അതിൻ്റെ 19-ന്റെ 2 അങ്ങനെയാ പറയുന്നത്. Chapter 19 verse 2 says, Zacchaeus, he was the chief tax collector and he was rich. അദ്ദേഹം ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ധനവാനെന്ന് ആവർത്തിക്കേണ്ടതില്ല. ചുങ്കക്കാരുടെ പ്രമാണി സ്വാഭാവികമായിട്ട് ധനവാനായിരിക്കും. So there's no need to repeat that he was rich because he was a chief tax collector. എന്നാൽ സക്കായിയെ സംബന്ധിച്ചിടത്തോളം അവനെ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടെത്തി ദൈവത്തെങ്കിലേക്കൊരു തിരിവ്, യേശുവിങ്കിലേക്കൊരു മടങ്ങിവരവ് തൻ്റെ ജീവിതത്തിലുണ്ടായി. Considering Zacchaeus, he had a real repentance and he had a real turning towards God. അപ്പോൾ സക്കായി പറയുന്ന കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. I would like to say this thing, what Zacchaeus said. സക്കായി ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ സക്കായി നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ ഞാൻ ദരിദ്രർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. When Jesus said, Zacchaeus, come down, he came down, and what Zacchaeus said in verse 8, Behold, Lord, half of my possessions I will give to the poor, and if I have defrauded anyone of anything, I will give back 4 times as much. അതായത് നമ്മൾ കർത്താവിനെ അറിയാത്ത കാലത്ത് നമ്മൾ ചെയ്ത ആ തെറ്റായ കാര്യങ്ങൾക്കൊരു പരിഹാരം വരുത്താനായിട്ട്
ആ കാര്യത്തിലേക്കാണ് സക്കായി ഇവിടെ വിരൽ ചൂണ്ടുന്നത്. What Zacchaeus points, what we can see from this is, what Zacchaeus points towards is to have a restitution to all those things which we had done in our life before we had true repentance. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനസാന്തരത്തോട് ചേർന്ന് ആ നിലയിൽ കൊടുത്തു വിട്ടേണ്ടതും പരിഹരിക്കേണ്ടതും സെറ്റിൽ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? Have we given back or settled all those things which we had to settle in our life when we had this true repentance? ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളെ ഒരു അനാവശ്യമായ ഒരു കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. I would not like to unnecessarily burden you when I speak this. നമ്മൾ ഇരുന്ന് എന്തൊക്കെയാണ് എന്നിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനൊക്കാത്തതും അതിനെക്കുറിച്ചൊരു കുറ്റബോധത്തിൽ നടക്കാനല്ല ഞാൻ പറയുന്നത്. I would not like to say that you should think about all the things, minute things and all which you have done, and to recollect and to walk in and to lead a life in with that burden. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരുന്ന കാര്യങ്ങളിൽ അതിൻ്റെ അകത്തൊരു രമ്യത ആളുകളോടുള്ള ബന്ധത്തിൽ നമ്മൾ വരുത്തിയിട്ടുണ്ടോ? But to that things which the Holy Spirit convicts us, have we had a restitution to those people? അത് സ്വാഭാവികമായിട്ട് നമ്മളെ ഒത്തിരി ചെറുതാക്കുന്ന ഒരു കാര്യമാണ്. It is something which really humiliates us. നമ്മൾ ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ചോദിച്ചു, കൊടുത്തു തീർക്കേണ്ട കൊടുത്തു തീർത്തു. അങ്ങനെ ഒരു ക്ലീൻ സ്ലേറ്റിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടോ? We need to go and ask forgiveness to those people whom we have hurt, or we have to give back the money which we have defrauded, and to make that things were to make proper restitution to all those things. പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പറയുന്നു, ഒരാളൊരു ഭവനം പണിയുന്നതിനെ കുറിച്ച് പറയുന്നു, അത് കൊടുങ്കാറ്റിനെ അതിജീവിക്കണമെങ്കിൽ എന്ത് വേണം? ആ ഭവനത്തിൽ ആഴക്കുഴിക്കണം. അല്ലാതെ സമനിരപ്പിൽ നിന്ന് പണി ആരംഭിച്ച ഒരു വീട് ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കുകയില്ല, അത് നിലംപരിചായിപ്പോകും. We know about what Lord Jesus preached in the Sermon on the Mount about the house which should be stable is the one which is dug deep and the foundation is laid on the rock, so that when the storm comes it will not fall down. ആഴക്കുഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂതകാലത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കാണ്. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ പരിഹരിക്കണം. അല്ലാതെ സമനിരപ്പിൽ നിന്ന് വീടങ്ങ് പണിത് തറനിരപ്പിൽ നിന്ന് അങ്ങ് നേരെ പണിത് ഉയർത്താൻ തുടങ്ങല്ലേ. When the Lord says that we need to dig deep, it puts light to going back to our life and to make restitution on all things, and not to build up our life from the ground level. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചു കാര്യം ഞാൻ ഓർക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. I remember of a thing which happened in my life and I would like to share my experience with you all. ഞാൻ യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് വന്ന ഒരു രംഗത്ത് ഞാൻ പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാര്യം ഓർപ്പിച്ചു. When I had this real experience with God, Holy Spirit reminded me of one thing. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ആ സ്ഥാപനത്തിൽ, ഇതേ സ്ഥാപനത്തിൻ്റെ മറ്റൊരു ബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണത്. This was something which happened many years back when I was working in the same organization where I'm working now, but in a different department. ഞാൻ ഒരു പത്രത്തിൻ്റെ ഒരു പേജ് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ അത് അവസാനമായിട്ട് നോക്കി ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. I had this responsibility to review this papers which was printed and I need to sign off this. അന്ന് പിറ്റേ ദിവസം പത്രം ഇറങ്ങിയപ്പോൾ അതിൻ്റെ അകത്തൊരു തെറ്റുണ്ടായിരുന്നു. When the paper was went out to the people, there was a mistake. അന്ന് എൻ്റെ ട്രെയിനിങ് പീരീഡാണ്. അന്ന് എൻ്റെ മേലധികാരി എന്നെ വിളിച്ച് ചോദിച്ചു, ഇത് എന്തുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് തന്നില്ല, നിങ്ങൾ നോക്കിയതിന് ശേഷം എൻ്റെ ഈ തരണമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. It was my training period and my boss, he called and asked me, after you reviewing it, why didn't you give it to me? അപ്പോൾ ഞാൻ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. സത്യത്തിൽ അതിൻ്റെ അകത്തൊരു ഭാഗികമായ സത്യമുണ്ടായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്യൂണ്, കുഴപ്പക്കാരനായ ഒരു പ്യൂണുണ്ടായിരുന്നു. There was a peon who was a bit troublesome in my office. ആരും പറഞ്ഞാൽ കേൾക്കുകയില്ല, അവൻ്റെ ഇഷ്ടം പോലെ നടക്കും. He will not listen to anyone. He lives his own life. അനുസരണമില്ല. ഈ സമയത്ത് പേജ് കൊടുത്ത് അയക്കേണ്ട സമയത്ത് ഓഫീസിൽ കാണുകയില്ല. There is no obedience and he will not do things properly on time. ഞാനപ്പോൾ ആ കുറ്റം എൻ്റേതായിട്ട് ശരിയാണ് സാർ, ഞാനത് തന്നില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ഈ പ്യൂണിൻ്റെ മുകളിൽ
അത് അവന് കൊണ്ടുപോയില്ല, അത് അവൻ അവിടെ ഉണ്ടായിരുന്നോ, എനിക്ക് ആ കാര്യം സംശയമാണ് എന്നുള്ള നിലയിൽ ഒരു വെളുത്ത കള്ളം ഇദ്ദേഹത്തിന് മുമ്പിൽ പറഞ്ഞ ഒരു രംഗം ഞാൻ ഓർക്കുന്നു. I remember about an instance when I told a white lie to my boss, telling that instead of accepting the truth that I did not give to you, I was just telling, oh yeah, that peon I have given and I don't know that whether he didn't give to you, all these things. അപ്പോൾ എൻ്റെ ബോസ് ഈ പ്യൂണിന് ഒരു മെമ്മോ കൊടുക്കാനായിട്ട് ഒരു അവസരം കാത്തിരിക്കുന്ന ആളായിരുന്നു. And my boss was a person who was just looking for an opportunity to give a memo to this peon. അദ്ദേഹം അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ അതേപോലെ എടുത്ത് ഈ പ്യൂണിന് ഒരു ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, ഒരു മെമ്മോ കൊടുക്കും. താൻ അത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല, അതിനൊരു റിട്ടേൺ ആയിട്ടൊരു റിപ്ലൈ തരണം എന്ന് പറഞ്ഞ് ഒരു കാര്യമാണ്. So we all know that because we are working in office regarding this memo and all. So my boss prepared a memo asking him an explanation why he didn't do it. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ചെന്നപ്പോൾ ഈ പ്യൂണിന് ഇങ്ങനെ ഒരു മെമ്മോ കിട്ടിയെന്നും അവനതിന് സ്വാഭാവികമായിട്ട് കൊടുക്കുന്ന മറുപടിയൊക്കെ കൊടുത്തു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. And I was thinking that the next day the peon, he may have got his memo and he would have taken it as usual. ഈ സംഭവം കഴിഞ്ഞു, വർഷങ്ങൾ കടന്നുപോയി, ഞങ്ങളൊക്കെ പല ഭാഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. This thing happened and many years passed away and all of us were transferred to many places. ഞാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ഈ ഒരു കാര്യം ഓർപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്? When the Holy Spirit convicted me when I was really born again, I thought, oh Lord, what will I do now? ഞാൻ സത്യത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കെൻ്റെ പേരോ എൻ്റെ അംഗീകാരമോ എനിക്കൊരു വലിയ കാര്യമല്ല. I was just asking God, oh Lord, my name or my honor, it is not a big thing for me. ആ പ്യൂണിനോട് ക്ഷമ പറയണമെങ്കിൽ ഞാൻ ക്ഷമ പറയാം, കത്തെഴുതണമെങ്കിൽ ഞാൻ കത്ത് എഴുതാം, വിളിച്ചു പറയണമെങ്കിൽ വിളിച്ചു പറയാം. പക്ഷേ എൻ്റെ പ്രശ്നം അവൻ എവിടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. If I need to ask forgiveness, Lord, to that person, I will ask forgiveness. If I need to write a letter, I will write a letter. Or if I need to call, I will make a call. But the thing is, Lord, I don't know where this peon is. അവൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് ഇനീഷ്യൽസ് ചെയ്തുള്ള പേരറിഞ്ഞുകൂടാ. 10,000 പേര് ജോലി ചെയ്യുന്ന വലിയ സ്ഥാപനം, അതിന് 10-30 ബ്രാഞ്ചുകൾ. ഇതിലെവിടെയാണ് അവൻ? ഞാനിപ്പോൾ എവിടെയാണ്? ഈ ആളിനെ എങ്ങനെ കണ്ടെത്തും? Oh Lord, I do not know the full name of this person or his initial. And this organization where I work, it is a very big organization with 30 branches. And how can I find this person where he is? അത് ഒരു വശത്ത് എൻ്റെ മനസ്സിൽ വരുമ്പോൾ മറുവശത്ത് എൻ്റെ ബുദ്ധി എന്നോട് പറയുന്നു, ഓ, ഇതൊക്കെ ഇത്ര തലനാരിഴ കയറേണ്ട കാര്യമല്ലോ. From one part of my mind, when all these thoughts comes, my own intelligence, it says to me, why you are going very deep into such small things? ഇതെന്നൊക്കെ പറയുന്ന വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പോൾ ആ പയ്യൻ ഈ കാര്യം ഒന്നും ഓർക്കുകയില്ല. 15-20 വർഷത്തിന് ശേഷം ഇതൊക്കെ പറഞ്ഞ് അവൻ പോലും ഈ കാര്യം ഓർക്കുകയില്ല, ആരും ഓർക്കുന്നുണ്ടാവുകയില്ല. വെറുതെ ആവശ്യമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന നായയുടെ ചെവിക്ക് പിടിക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടിയാണ് നീ ചെയ്യാൻ പോകുന്നത് എന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു. My mind, which was telling to me, was that you're unnecessarily going and thinking about all these things which is of no value. That person may have completely forgot about this thing. It is something like as you are going and catching the ear of a dog who is sleeping. ഞാനെങ്കിലും എനിക്കൊരു വ്യക്തതയില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഒരു ഉച്ചയോടടുത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം ഓർക്കുന്ന, കർത്താവേ, ഇത് നീ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പോംവഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. I did not have much clarity on this thing, and at a noon time I was just asking God, oh Lord, if it is the real thing which I need to do, oh Lord, show me the way. അപ്പോൾ അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഞാൻ അന്ന് താമസിക്കുന്നിടത്തുനിന്ന് ഓഫീസിലേക്കുള്ള വഴിയിൽ ഒരു സാധാരണ ഒരു സിറ്റി സർവീസ് ബസ്സിൽ കയറി. And I was about to, after this prayer, I was going to my workplace from where I was staying in a normal ordinary city bus. അപ്പോൾ ആ ബസ്സിൽ കയറിയപ്പം ഞാൻ ഒരാളെ കണ്ടു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രത്യേക ആ സ്ഥലത്ത് ഞങ്ങളോടൊപ്പം ജോലിയിലുണ്ടായിരുന്ന മറ്റൊരു പ്യൂണിനെ ഞാൻ യാദൃച്ഛികമായിട്ട് ഈ ബസ്സിൽ വെച്ച് കാണാനിടയായി. So I met another peon who worked with us in that office at that time. ഞാൻ ഉടനെ തന്നെ ആ ബസ്സിൽ അവൻ്റെ അടുത്തേക്ക് ചെന്നു. സുഹൃത്തെ, ഓർക്കുന്നുണ്ടോ? അപ്പോൾ അവൻ എന്നെ ഓർക്കുന്നുണ്ട്. So I went to this peon and told him, do you remember me? ഞാൻ ചോദിച്ചു, നമ്മോടൊപ്പം അന്നുണ്ടായിരുന്ന ആ കുഴപ്പം പിടിച്ച മറ്റേ ആ പ്യൂണ്, അവൻ്റെ പേര് മുഴുവൻ ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അവൻ പോയോ, ജോലി രാജിവെച്ച് വേറെ വല്ല ഗൾഫിലോ വല്ലതും പോയോ, എന്താ വല്ല വിവരം അറിയാമോ എന്ന് ചോദിച്ചു. And I asked to this peon, do you remember that peon who was
troublesome guy, is he still there or has he resigned the job or gone abroad somewhere? അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ സാറേ, അത് നമ്മുടെ ഇന്നേരല്ലേ, അവന് ഇപ്പം നമ്മുടെ ഇന്ന ബ്രാഞ്ചിലാണ്, അവിടെ ഇന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം ഈ ആളിനെ കൃത്യമായിട്ട് ഈ ഇദ്ദേഹത്തിന് അറിയാം. And this person had the clear details about that person, and he told me, yeah, he is working in this branch, in this post. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ആ പുള്ളി ഒന്ന് ബന്ധപ്പെടണമായിരുന്നു, എന്താ മാർഗം? And I told this person, I needed to contact this person. How can I do it? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതിനൊരു പ്രയാസമില്ല, എൻ്റെ ഈ ഫോൺ നമ്പർ ഉണ്ട്, ഇതാ ഇപ്പോൾ തരാം. This person told, there's no problem, I have his number, I will give it to you. ഇത്ര വേഗം ഒരു പ്രാർത്ഥനയ്ക്ക് ഇത്ര വേഗം മറുപടി ലഭിക്കുന്നത് ജീവിതത്തിൽ വളരെ ചുരുക്കമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. It is very, very unusual that I am getting a reply to my prayer for such a thing. ഉടനെ തന്നെ ആ നമ്പർ തന്നു. ആ നമ്പറുമായിട്ട് ഞാൻ പിന്നെയും ഓഫീസിലേക്ക് ചെന്നു. So that person gave me the number and I went with that number to my office. ഞാൻ പിന്നെയും അത് വേണോ വേണ്ടായോ എന്ന് ആലോചിച്ചു. ഒടുവിൽ ഞാൻ ഈ നമ്പറിൽ അദ്ദേഹത്തെ വിളിച്ചു. Again I thought whether it is really required. At last I called this person. ഞാൻ വിളിച്ചിട്ട് ആദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ പേര് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഓർക്കുന്നുണ്ടോ ഞാൻ ഇന്ന ആളാണ്, നമ്മൾ ഒന്നിച്ച് ഇത്ര വർഷം മുമ്പ് ഇന്നടത്ത് ജോലി ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞു. I called this person and I asked him, do you remember me? I am this person and so many years back we worked in this office at this time. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്, സാറിനെ ഞാൻ മറക്കുമോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടൊരു മെമ്മോ വാങ്ങിച്ചു തന്നത് സാറല്ലേ. And the response from that person was that, how can I forget you, sir? It was you who was a cause for the first memo in my life. നോക്കുക പ്രിയപ്പെട്ടവർ, എത്രയോ കൊച്ചു കാര്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് പരിശുദ്ധാത്മാവ് എന്നോട് കരുണ കാണിച്ച്, ദൈവം കരുണ കാണിച്ച് ആ കാര്യം അന്ന് അവിടെ വെച്ച് സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായി പോകുമായിരുന്നു? See, brother said, such a small thing when the Holy Spirit convicts us, if I was unable to rectify that, what would have happened to me? പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഈ കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കാൻ കഴിയുമോ? Beloved, we need to take these things very seriously in front of our God. നമുക്ക് ഒരു തുടക്കത്തിൽ പഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം മറ്റു പല ഉദ്ദേശിക്കുന്നതിന് പകരം മറ്റൊരു സ്ഥാനത്തെത്തി പോകാൻ സാധ്യതയുണ്ട്. If we are wrong in our beginning stage, later on in our life we'll end up in many troublesome things. നമ്മൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഒരു 180 ഡിഗ്രി തിരിഞ്ഞ് ദൈവത്തിങ്കലേക്കുള്ള ഒരു മാനസാന്തരമാണ് എന്ന് പറഞ്ഞു. We said that the real repentance is just like turning 180 degree in our life and repenting completely towards God. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ഒരു അനുതാപമുണ്ട്, യഥാർത്ഥത്തിൽ ഒരു ഉപേക്ഷണമുണ്ട്, യഥാർത്ഥത്തിൽ ഒരു രമ്യതപ്പെടലുണ്ട്. So in that there is a real sorrow, there is a real restitution, there is a real rejection to many things. ഈ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? If the foundations collapse, what will the righteous do? നമുക്ക് നമ്മുടെ അടിസ്ഥാനം ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. Let us make sure that our foundation is proper. സഭയിൽ നമ്മൾ എത്ര നാളായിട്ട് വരുന്നുണ്ട് എന്ന ചോദ്യത്തെ അല്ല നമ്മൾ ഇന്ന് രാവിലെ അഭിമുഖീകരിച്ചത്. We did not face this question like how many years are we coming to the church? നമുക്ക് എത്ര പാട്ടുകൾ അറിയാം, എത്ര ഭംഗിയായിട്ട് പെരുമാറാൻ അറിയാം, ഇതല്ല ചോദ്യം. The question is not that how many songs we know or how well we know to behave. നമ്മൾ ദൈവത്തിനായിട്ട് നമ്മളെ തന്നെ വിറ്റ് കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. The thing is that have we sold out completely for God? ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. God says that I have bought you with a price. നിന്റെ മേലെ എനിക്ക് 2 അവകാശമുണ്ട്. And I have 2 authority over you. അങ്ങനെയുള്ള ആ അവകാശത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തിട്ടുണ്ടോ? Have we given up our life for this authority? അതോ ആത്മീയതയുടെ ഒരു പുറംപൂച്ച് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതം നമുക്കായിട്ട് തന്നെ ജീവിക്കുകയാണോ? Or have we covered up our life with a religious thing and we are inside our life, are we living for ourselves? ദൈവത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും നമ്മുടെ ചുറ്റുമുള്ള ക്രിസ്തീയ ആത്മീയ ലോകം മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. When we say that when we have given completely for the Lord, many other things, many other pictures are given to us by the religious Christian groups around us. നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായി കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ജോലിയും രാജിവെച്ച് ഭാര്യയും കുഞ്ഞുങ്ങളെയും എവിടെയെങ്കിലും ആക്കിയിട്ട് വടക്കേ ഇന്ത്യയിൽ പോയി എന്തോ കാര്യങ്ങൾ ചെയ്യുക,
ആ നിലയിലല്ല യഥാർത്ഥത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. When we say that we are completely given up of God, it is not that we resign our job or we leave our wife and children and we go to the remote parts of India and live there as a saint. It is not the calling which God says. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനെ നീ ഈ യാഗപീഠത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞു. We know that what God told Abraham, that you should keep your son whom you loves on the altar. അബ്രഹാം അത് ചെയ്തു. എങ്ങനെയാ പിതാവിന് അത് കഴിഞ്ഞു എനിക്കറിഞ്ഞുകൂടാ. Abraham did that. How can a father do like that? I don't know. അവിടെ കൊണ്ടുവന്നു, അവൻ്റെ കയ്യും കാലും കെട്ടി, അവൻ്റെ മേലെ ഒരു കത്തി ഓങ്ങി. He took Isaac and he kept on the altar, tied his hands and leg, and he started to kill him. കത്തി ഓങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കത്തി താഴുന്നതിന് മുമ്പ് ദൈവം അവനെ വിളിച്ചു, ആ കാര്യത്തിൽ നിന്ന് അവനെ മാറ്റി. When he was about to put the sword on Isaac, at that time God stopped him and called him back. പക്ഷേ ആ ഐസക്കുമായിട്ട് തിരിച്ചു വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആ ഐസക്കിനെ ഹൃദയത്തിൽ താലോലിച്ചിരുന്നത് പോലെ താനെ പിന്നീട് താലോലിക്കുന്നില്ല. കാരണം തൻ്റെ ഹൃദയത്തിൽ ഈ മകനുമായുള്ള ബന്ധത്തിൽ ഒരു വേർപിരിയലുണ്ടായി, അവിടെ ഒരു മരണം നടന്നു കഴിഞ്ഞു. But when Abraham had come back to his house with Isaac, he no longer had that pampering which he had to Isaac before. There was a complete separation in his life in regard to his son. നാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് നൽകുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഐസക്കിനെ വധിക്കുക എന്നുള്ളതല്ല. ആ ഐസക്കിനെ വീണ്ടും അവന് തിരിച്ചു കൊടുത്തു. പക്ഷേ പിന്നീട് ഒരിക്കലും അവൻ മനസ്സുകൊണ്ട് തൻ്റെ മകനെ തൻ്റേതായിട്ട് എണ്ണിയില്ല എന്നുള്ള നിലയിൽ നാം നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. What I meant is when we should have a complete giving our life complete to the Lord, it is this experience which Abraham had in relation to his son, that we are no longer attached to anything in our life. ദൈവം പറഞ്ഞു, ഇത് നിൻ്റെ മകനാണ്, അവൻ ജീവിച്ചിരിക്കട്ടെ. അത് സമ്മതിച്ചു. പക്ഷേ പിന്നീട് അബ്രഹാമിൻ്റെ മനസ്സിൽ ഈ മകൻ ഒരു വിഗ്രഹമായിരുന്നില്ല. The Lord says, yes, Isaac is your son, let him live. But after that incident, Isaac was no longer an idol in his life. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായിട്ട് വിറ്റ് കളഞ്ഞിട്ടുണ്ടോ? Have we sold our life in this manner to God? ഈ പഴയ നിയമത്തിലെ ആഹാബ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് ഒരു രസകരമായ പദപ്രയോഗമുണ്ട്. There's a thing about King Ahab in the Old Testament. അവിടെ പറയുന്നത്, ദൈവത്തിന് അനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കളയാൻ തന്നെ വിറ്റ് കളഞ്ഞ രാജാവ്. It was King Ahab was a person who sold himself to do things which was displeasing to the Lord. നോക്കുക, ദൈവത്തിന് അനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തന്നെ വിറ്റ് കളഞ്ഞ ഒരു മനുഷ്യൻ. Just think about it. He is a person who sold out himself to do the things which was displeasing to the Lord. അതിൻ്റെ മറുവശം നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവിന് രേഖപ്പെടുത്താൻ കഴിയുമോ? ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തന്നെ വിറ്റ് കളഞ്ഞ ആൾ എന്ന് നമ്മളെക്കുറിച്ച് രേഖപ്പെടുത്താൻ കഴിയുമോ? Can Holy Spirit write about us, telling that he is a person who has sold out himself to do the things pleasing to the Lord? നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ മേൽ ഈ നിലയിൽ ഒരു അവകാശവാദം ഉന്നയിക്കാൻ ദൈവത്തിന് എന്താ അധികാരം? ദൈവത്തിന് എന്താണ് അവകാശം? What is authority which the God has to say such a thing about us in our life? മൊറേവിയൻ മിഷണറി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സെൻസർഫോർഡ് എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard about Senserford, who started the Moravian missionary movement. Moravian missionary movement. Moravian missionary movement. ആ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഈ ദേവദാസൻ, അദ്ദേഹം ഒരു പടം കണ്ടതിന് ശേഷം, അതിൻ്റെ ഒരു അടിക്കുറിപ്പ് കണ്ടതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നത് എന്നാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത്. I've read that this person had a change in his life after seeing a small inscription under a photo. അതായത് ഒരു ആർട്ടിസ്റ്റ് യേശു ക്രൂശിലെ കൊല്ലപ്പെട്ട് മരിച്ചു കിടക്കുന്നതിൻ്റെ ഒരു ചിത്രം മനോഹരമായിട്ട് വരയ്ക്കുകയായിരുന്നു. A person was drawing a beautiful picture of Lord Jesus who was hanging on the cross. അത് പകുതി മുക്കാലും വരച്ച്, പക്ഷേ അത് പൂർണ്ണമാക്കുന്നതിന് മുമ്പ് ഈ ആർട്ടിസ്റ്റിന്, കലാകാരന് അതിലുള്ള ആ പടത്തിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. അത് അദ്ദേഹം തൻ്റെ സ്റ്റുഡിയോയിൽ ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിലിട്ടു.
But before completing this picture, almost completing 75%, he lost his interest in further continuing. So he abandoned that in his studio. അദ്ദേഹം മറ്റൊരു ചിത്രം ഡാൻസിങ് ജിപ്സി ഗേൾ എന്നൊരു ചിത്രം വരയ്ക്കാനായിട്ട് തീരുമാനിച്ചു. ഡാൻസ് ചെയ്യുന്ന ജിപ്സി പെൺകുട്ടി. So he started drawing another picture of a dancing gypsy girl. അപ്പോൾ അതിന് മോഡലായിട്ട് ഒരു ജിപ്സി പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വരും. അവളെ മോഡലാക്കി, അവൾ ഡാൻസിൻ്റെ പോസിൽ നിൽക്കും. അത് മോഡലാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം ആ ചിത്രം രചിക്കാനായിട്ട് തുടങ്ങി. So then a girl came to his studio and she stood there in a dancing model and he started painting this girl. അപ്പോൾ അവൾ അങ്ങനെ മോഡലായിട്ട് നിൽക്കുമ്പോൾ അവൾ ആ സ്റ്റുഡിയോയിൽ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോഴാണ് അവൾ കണ്ടത്, അയ്യോ ഒരു നല്ല ചെറുപ്പക്കാരൻ അവനെ ഇങ്ങനെ ക്രൂശിച്ച് കൊല്ലുന്നു, അവൻ്റെ തലയിലൂടെ രക്തം വാർന്നൊഴുകുന്നു, ശരീരത്തിൽ പലയിടത്തും മുറിവേറ്റിട്ടുണ്ട്, ആളുകൾ പരിഹസിക്കുന്നു. ഇത് കണ്ടിട്ട് അവൾക്ക് ജിപ്സി പെൺകുട്ടിയാണ്, അവൾക്കൊന്നും മനസ്സിലായില്ല. So this girl, when she was standing in that posture, she saw this picture of Lord Jesus who was there on the cross, and she thought, what a beautiful man. He is there hanging on the cross with thorns and he is oozing blood everywhere and people are mocking at him, and she did not understand anything what was happening. അവൾ ആ ചിത്രകാരനോട് ചോദിച്ചു, സാർ ഈ ആളിനെ ഇങ്ങനെ കൊല്ലണമെങ്കിൽ ഇയാൾ ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റവാളി ആയിരിക്കണമല്ലോ, ഇതിന് ആരാണ് എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൾ പറഞ്ഞു. So this girl told this artist, sir, if this person had to suffer such a thing, this should be the person who is the biggest criminal who lived in this world. Who is this? Just tell to me about him. അപ്പോൾ ഈ ക്രിസ്ത്യാനിയായ ചിത്രകാരൻ പറഞ്ഞു, അങ്ങനെയല്ല, നിനക്ക് ജിപ്സി പെൺകുട്ടിയാണ്, നിനക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇത് യേശുവാണ്. യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഈ ലോകത്തിലേക്കും ഏറ്റവും നീതിമാനായ ആളാണ് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ചരിത്രം അവൾക്ക് ചെറിയ തോതിൽ ഈ ചിത്രകാരൻ പറഞ്ഞു കൊടുത്തു. So this artist told this gypsy girl that, no, you don't understand all these things. He is a perfect person who did not do anything wrong, and he started sharing the gospel to this girl. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ എന്നാൽ സാറേ എന്തുകൊണ്ടാണ് പടം പൂർത്തിയാക്കാത്തത്, ഈ എൻ്റെ പടം വരയ്ക്കുന്നതിനേക്കാളും അതല്ലേ വരയ്ക്കേണ്ടത് എന്നവൾ പറഞ്ഞു. So this girl asked, then why didn't you complete that picture? Instead of drawing my picture, it is more good to finish that. അന്നത്തെ ആ സെഷൻ കഴിഞ്ഞ് അവൾ പോയി കഴിഞ്ഞിട്ടും അവൾ പറഞ്ഞ വാക്കുകൾ ഈ ചിത്രകാരൻ്റെ മനസ്സിൽ അനുരണനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. So even after completing her picture and after she leaving, still that whatever these words he heard from this woman had a ripple effect in his heart. അദ്ദേഹം ആ പഴയ ചിത്രം വീണ്ടും എടുത്ത് പൊടി തട്ടി അത് വീണ്ടും അത് ഫിനിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. So he took this picture and he started completing that. അത് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ ഒരു ചിത്രമായിരുന്നു. When it was completed, it was a very good picture. അത് അങ്ങനെ ആ ചിത്രം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വേറൊരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് വന്നു, ചെറുപ്പക്കാരൻ വന്നു. അവന് അതിൻ്റെ അടിയിൽ ഒരു ക്യാപ്ഷൻ, ഒരു അടിക്കുറിപ്പ് ഇങ്ങനെ എഴുതി വെച്ചു. So when he completed this picture and kept that in a place, a young person came to his studio and he wrote something on the bottom side. അതിങ്ങനെയായിരുന്നു, ഞാൻ നിനക്കായി ഇത് ചെയ്തു, നീ എനിക്കായി എന്ത് ചെയ്യും എന്നാണ് ആ ചോദ്യം. അടിക്കുറിപ്പ് അങ്ങനെയാണ്. And the question was like this, which he wrote that, I did this for you, what have you done for me? അതായത് യേശുവിൻ്റെ ആ ചുണ്ടുകൾ മൗനമായിട്ടിങ്ങനെ കാണുന്നവരോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്കായിട്ട് ഇങ്ങനെ ചെയ്തു, നീ എനിക്കായിട്ട് എന്താ ചെയ്യുന്നത്? The silent lips of Lord Jesus asked this question to people who saw this picture, that I did this for you, but what have you done for me? ഈ ചിത്രം പിന്നീട് ആരോ വാങ്ങി ലണ്ടനിലെ ഏതോ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു. ആ ചിത്രം സെൻസർ ഫോർഡ് കണ്ടപ്പോൾ ആ ചിത്രവും അതിൻ്റെ അടിക്കുറിപ്പുമാണ് അദ്ദേഹത്തോട് സംസാരിച്ചതും അദ്ദേഹം പിന്നീട് മൊറേവിയൻ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായി തീരാൻ കാരണമായി തീർന്നതും ഈ സംഭവമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard later on this picture was sold and was kept in London Museum, and this picture was the one which was seen by this person, Sensor Ford, which led to the establishment of this Moravian missionary, and I have heard like this. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വേണ്ടി ഇത് ചെയ്തു. നമ്മളെന്താ നമുക്ക് ചെയ്യാൻ ഒക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് കൊടുക്കുകയാണ്, അല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ ഒക്കുന്നില്ല. Beloved, the Lord has done this for us. What can we do for Him? We can only give our life completely to the Lord. ഞാൻ പഴയൊരു മലയാളം പാട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്.
അതിൻ്റെ വരികൾ, അതിൻ്റെ പല വരികളും ഞാൻ മറന്നുപോയി. എങ്കിലും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന 1-2 വരികൾ ഇങ്ങനെയാണ്. I remember a Malayalam song which I've heard long back. I've forgotten many lines, but 2-3 lines which I remember. അത് ഒരു പാട്ടുകാരൻ കർത്താവിനോട് ഒരു പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ തൻ്റെ ഭാഗത്തു നിന്ന് താൻ കർത്താവിനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന വരികളാണ് ആ പാട്ടിലുള്ളത്. It is the writer is mentioning in his lines as to what he should do for the Lord. എന്തു ഞാൻ നിനക്കായി നീ ചെയ്തിടണം, സ്വന്തം ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. ആദ്യ വരി. What should I do for you from my life, because you have given your life for me. അതിൻ്റെ അടുത്ത സ്റ്റാൻസയിൽ പരിഹാസം നിന്ന അതേൽക്കണമോ, ഈ ഭൂമിയിൽ പരിതാപമായിട്ട് ഞാൻ ജീവിക്കണോ, അതിന് ഞാൻ തയ്യാറാണ് എന്നാണ് ആ പാട്ടിൻ്റെ വരികൾ. The second line goes like this: Oh Lord, should I be living in this world, accepting the shame from this world? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കുകയും ചെയ്യും. Let us stand and close this session in prayer. ആ ചിത്രകാരൻ്റെ ആ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്. യേശു പറയുന്നു, ഞാൻ നിനക്കായിട്ട് ഇത് ചെയ്തു. ഈ കാൽവറി ക്രൂശിലെ ഈ നിന്ദ്യമായ മരണം ഞാൻ നിനക്കായിട്ട് ഏറ്റു. It is these lines which is mentioned at that picture, that at the Calvary I have done this for you. What have you done for me? നീ എനിക്കായിട്ട് എന്ത് ചെയ്യും? What will you do for me? നമുക്കതിനെ അഭിമുഖീകരിക്കാമോ? ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാമോ? Can we face this question? എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു, പരിഹാസങ്ങൾ നിന്നയാതേൽക്കേണമോ, പരിതാപമായി പാരിൽ ഞാൻ പാർക്കേണമോ, പരിതാപമായി പാരിൽ ഞാൻ പാർക്കേണമോ. എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിലെ കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? Beloved, let us ask to God in His presence, Lord, what shall I do for you? എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ വഴിയിൽ പോയാൽ അവിടെ പരിഹാസവും നിന്ദയുമുണ്ട്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതം പരിതാപമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കേണ്ടി വന്നേക്കാം. എങ്കിലും കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമോ? Oh, beloved, in the way which we travel, we need to face a lot of shame, reproach, rejection. Will we submit our life for our Lord? പരിഹാസങ്ങൾ നിന്നയാതേൽക്കേണമോ, പരിതാപമായി പാരിൽ ഞാൻ പാർക്കേണമോ, പരിതാപമായി പാരിൽ ഞാൻ പാർക്കേണമോ. എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു. അതെ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റൊന്നും അങ്ങേക്ക് വേണ്ടി ചെയ്യാൻ കഴിയുകയില്ല. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കായിട്ട് തന്ന ഈ കൊച്ചു ജീവിതത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങേക്ക് വേണ്ടി തരുന്നു. അബ്രഹാം ഇസാക്കിനെ യാഗപീഠത്തിൽ വെച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അതിൻ്റെ മുഴുവൻ
ഇച്ഛകളോടും അതിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളോടും അതിനെക്കുറിച്ചുള്ള ഞങ്ങൾ താലോലിച്ചു വന്ന എല്ലാ കാര്യങ്ങളോടും കൂടെ ആ യാഗപീഠത്തിൽ വയ്ക്കുന്നു. അവിടുത്തെ ഹിതത്തിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. O Lord, this life, O Lord, we have only our life, this little life which you have given us to give you back, O Lord, to show our gratitude, O Lord. Just like Abraham gave his son Isaac, O Lord, we also give all the things, O Lord, which has the first place in our life, O Lord, to you, O Lord, and we submit our life, O Lord, completely to be sold out for you. In Jesus' name. ആമേൻ.